പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആലുവയിൽ റിച്ച് മാക്സ് ഇൻവെസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായി നമ്മൾ ജോർജ് ജോൺ വാലത്ത് ചെയർമാനായ റിച്ച് മാക്സിൽ എത്തിയിരിക്കുന്നു. ഹലോ, വെൽക്കം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിച്ച് മാക്സ് ഇൻവെസ്റ്റ് ഒക്കെ ഒന്ന് സന്ദർശിച്ചു പോകാം. അപ്പോൾ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്താണ് ഇതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 108 ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? 108 5 സംസ്ഥാനങ്ങളായിട്ട് 108. അപ്പോൾ പുതിയതായിട്ട് 2 സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് പറഞ്ഞു. രാജസ്ഥാനും പിന്നെ മഹാരാഷ്ട്ര. അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറെയും കുറെ സ്ഥാപനങ്ങളില്ലേ? വാലത്ത് ജ്വല്ലറി. വാലത്ത് ജ്വല്ലറിയാണ് ഈ കാണുന്ന ജ്വല്ലറി. ഇതുപോലെ അടുത്ത ജ്വല്ലറിയിലും വരുന്നുണ്ട്. കാഞ്ഞൂര് വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മെയിനായിട്ട്? എന്നിട്ട് ഫിൻവെസ്റ്റ് ആണ്, NBFC ആണ്, പിന്നെ ജ്വല്ലറി മേഖലയിലാണ്, പിന്നെ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്, ദുബായിൽ ഓഫീസുകളുണ്ട്. 2020 സ്റ്റാർട്ട് ചെയ്തു. 2020 സ്റ്റാർട്ട് ചെയ്തു. മേൽക്കുമേൽ നല്ല വളർച്ചയിലാണ്. അധികം സഹായിച്ചതായിട്ട് വളർച്ചുണ്ട്. അതല്ല, ജുവലറി ഒരെണ്ണേ ഉള്ളോ അതോ ഇനിയും ജ്വല്ലറികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാഞ്ഞൂരുണ്ട്, അതുപോലെ തമിഴ്നാട്, പല സ്ഥലങ്ങളിലായിട്ട്. പിന്നെ മാനുഫാക്ചറിംഗ്. താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ യാത്രയ്ക്ക് താങ്കൾ എല്ലാവിധമായ സപ്പോർട്ട് നൽകുന്നു. ചെറിയ കാര്യമല്ല, ഇപ്പൊ കേരളം മുഴുവൻ ഇളകി മറിയുകയാണ്. കാര്യം വലിയൊരു പ്രശ്നമായിട്ട് ഇത് മാറി. അപ്പൊ ആ ഒരു സാമൂഹിക പ്രശ്നത്തിൽ താങ്കൾ ഇടപെട്ടു എന്നറിയുമ്പോൾ വി ആർ വെരി ഹാപ്പി. തീർച്ചയായിട്ടും ഞങ്ങളും ഇതേപോലെ 10-40 സ്കൂളുകളിലൊക്കെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റികളുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലോ. താങ്കളെപ്പോലുള്ളവർ 10-40 വർഷമായിട്ടുള്ള ഇതിൽ നിൽക്കുന്നവർ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞ് അത് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും അതിന്റെ പ്രാധാന്യം ഉറയിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അല്ല പഠിച്ചിട്ടുണ്ട്, LLB ആണ്. അതെ അതെ. 2020 ആരംഭിച്ചു അല്ലേ? ബ്രാഞ്ചുകളിൽ നിന്ന് ബ്രാഞ്ചുകളിലേക്ക് വളരുന്നു. വളരെ സന്തോഷം. ഇനി പുതുതായിട്ട് രാജസ്ഥാനിലേക്കൊക്കെ ചേക്കേറുന്നു. അതെ, വളരെ സംസ്ഥാനങ്ങളിൽ എല്ലാ 1000 ബ്രാഞ്ചുകളാണ് ഉദ്ദേശം. അതെ. അപ്പൊ എന്തായാലും ഈ എനിക്ക് ജീവിതത്തിലെ കരിയർ 40 കൊല്ലം തികയുന്നു എന്നതിനേക്കാളും കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം ഉയർത്തി കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും നമ്മൾ നടന്ന യാത്രയ്ക്ക് അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത് വളരെ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിച്ച് മാക്സ് ഇൻവെസ്റ്റും അദ്ദേഹത്തിന്റെ വാലത്ത് ജ്വല്ലറിയും ഒക്കെ വളരെ വളരെ നല്ല സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുകൂടി തെളിയിക്കുന്ന സപ്പോർട്ടാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആരാ തിരി തെളിക്കേണ്ടത്? ഞാൻ തന്നെ. വരൂ 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 വരൂ. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടെ 2 അസ്മാദികളുണ്ട്. നമ്മുടെ SV ജയകുമാർ ആൻഡ് റിജിത്ത്. വരൂ 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 വരൂ. വിജയകുമാർ വരൂ വരൂ വരൂ. അപ്പോൾ വിജയകുമാറെ, നമ്മുടെ വാലത്തിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ SV ജയകുമാർ, അതുപോലെ TK റിജിത്ത്, ന്യൂസ് റീഡറാണ്. അപ്പൊ ഈ 2 തിരികളുടെ കത്തിക്കണമല്ലോ. ഓക്കെ ഓക്കെ. നമ്മൾക്കിനി അതിൽ കുറവ് വേണ്ട. ഓക്കെ. കുഴപ്പമില്ല കുഴപ്പമില്ല. തിരികളെ കത്തട്ടെ. അങ്ങ് കത്തിക്കണം. അങ്ങ് കത്തിക്കുന്ന കാണാൻ ഞങ്ങൾക്കൊരു ഇഷ്ടമാണ്. അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ജോർജ് ജോൺ വാലത്താണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ മോളുടെ പേര്? ഓക്കെ. ഗഗനയാണല്ലേ? വയനാട് ഏരിയ. ഓ, ഗുഡ് ഗുഡ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ അല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം. അയ്യാ, അപ്പൊ റിച്ച് മാക്സ് ഗ്രൂപ്പ് നമുക്ക് നൽകുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. അതായത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇത് കൊടികളൊന്നും അല്ലല്ലോ? കൊടികളാണ്. ട്രേഡ് കമ്മീഷനാണ്. സൗദി അറേബ്യൻ ട്രേഡ് കമ്മീഷൻ കൂടിയാണ്. പ്രത്യേകത കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇതായത്. അപ്പോൾ
വ്യാപാരബന്ധം വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നടത്തിയത്. അപ്പോൾ വളരെ സ്വപ്നമാണ്. അപ്പോൾ അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കാര്യങ്ങൾ. അല്ല, അങ്ങനെ ഒരു ട്രേഡ് കമ്മീഷനായി നമുക്ക് എന്താ അതിനുള്ള പ്രത്യക്ഷമായ ഒരു ഗുണം? നാടിന് ഗുണം എന്ന് ബോർഡ് വയ്ക്കാം അതിനപ്പുറം. വ്യാപാരബന്ധം വളർത്തുക എന്നുള്ളത് മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ. ഇപ്പോൾ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഓഫീസുകൾ നമുക്കും ഉണ്ട്. അതായത് വിദേശ നാടുകൾക്ക് ഓഫീസ് തുറന്നോ? തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലൊരു മൈതാനിൽ നല്ലൊരു ഓഫീസ് റിച്ച്മാക്സിനെ തുടങ്ങിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഒരു സ്വപ്നം? വലിയൊരു സ്വപ്നമാണ്. ഇതൊരു ബാങ്ക് ആക്കുക എന്നുള്ളൊരു സ്വപ്നമുണ്ട്. 2030 ഒരു NBFC ആണ്. 1000 ബ്രാഞ്ചുകൾ എന്നുള്ളൊരു സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത്. 108 വരെ എത്തിയോ? അതോ 108 ബ്രാഞ്ചുകൾ എത്തിയിട്ടുണ്ട്. 2020 തൊട്ട് തുടങ്ങിയിട്ട് 108 ബ്രാഞ്ചുകൾ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിപ്പോൾ അടുത്ത മാസങ്ങളിൽ ഓരോ വർഷത്തിലുള്ള പ്ലാനുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ 2030-35 ആകുമ്പോഴേക്കും ഒരു 1000 ബ്രാഞ്ച് എന്ന സ്വപ്നം, അതോടൊപ്പം ഒരു ബാങ്ക് എന്നുള്ള വലിയ സ്വപ്നം. ഇവിടെ എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 600-650 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വാലറ്റ് ജ്വല്ലറി, പിന്നെ ഇവിടുത്തെ കോർപ്പറേറ്റ് ഓഫീസ്, അതുകൂടാതെ സ്ഥാപനങ്ങൾ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ഒരു നല്ലൊരു ഓഫീസുണ്ട്. ഇപ്പോൾ അടുത്ത മാസം ആലുവയിലൊരു ടൂർസ് ആൻഡ് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ദുബായിലൊരു നല്ലൊരു ടൂർസ് ആൻഡ് ട്രാവൽ അതിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ ഈ സ്ഥാപനത്തിലാണ്? റിച്ച്മാക്സ് ഫിൻവെസ്റ്റലാണ് ഏറ്റവും കൂടുതൽ. NBFC ആണ്, അതുകൊണ്ട് മാത്രം. അതെ. അപ്പം ധർമ്മപത്നി ടീച്ചറും ഒക്കെയാണ് അല്ലേ? ടീച്ചറാണ്. 4 മക്കളുണ്ട്. അപ്പോൾ മക്കളെക്കുറിച്ച് എല്ലാവർക്കും അച്ഛനമ്മ എന്നൊരു ആകുലതയുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പ്രവർത്തനം നിസ്സാരമല്ല. വെച്ചാൽ താങ്കളെപ്പോലുള്ളവർ എല്ലാ നടക്കുക, കേരളം ഒട്ടാകെ നടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പങ്കുചേർന്നു. വലിയൊരു ധനകാര്യ സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഇപ്പോൾ താങ്കൾക്ക് പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും 108 ബ്രാഞ്ചിലായപ്പോൾ താങ്കളുടെ സ്വപ്നം 1000 അല്ലേ? 1000 കഴിയട്ടെ. അതെ, എൻ്റെ വെച്ചാൽ ഞാൻ വിചാരിച്ചാൽ മാത്രം നടന്നില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ടീമിൻ്റെ ഒരു എഫേർട്ടാണ്. പിന്നെ എൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഭാര്യൻ്റെ ഒപ്പം നല്ല രീതിയിൽ. കൊടുവള്ളി സ്കൂളിലെ കുട്ടികളെ നോക്കട്ടെ. പിന്നെ ഡയറക്ടേഴ്സാണ്. ജോളി, പ്രവീൺ ബാബു. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ വളരെ നമ്മുടെ ഓഫീസിൽ വെച്ച് സംസാരിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കൂടുതൽ നേരം നമ്മളൊന്ന് സംസാരിച്ചു പല കാര്യങ്ങളെക്കുറിച്ചും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരെ, പെൺകുട്ടികളൊക്കെ ഇതിന് അഡിക്റ്റ് ആകുന്നു. അപ്പം മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വല്ലാത്തൊരു ഭീതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏത് കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകാമല്ലോ. പിന്നെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോയിട്ട് വരുമ്പോൾ അവർക്ക് ടെൻഷൻ. അപ്പോൾ ഇതൊക്കെ അകറ്റാനുള്ള ഒരു യാത്ര കൂടിയാണ്. അപ്പോൾ ഈ യാത്രയിൽ താങ്കളും അണിചേർന്നു എന്നുള്ളത്, താങ്കളുടെ സ്ഥാപനം അണിചേർന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. താങ്കളുടെ സപ്പോർട്ടിന് വളരെ താങ്ക്സ് അല്ല, ഞങ്ങൾക്ക് തിരിച്ചാണ് പറയുന്നത്. വെച്ചാൽ ഞങ്ങൾ 2020 തൊട്ട് ഇതുപോലെയുള്ളൊരു ആക്ടിവിറ്റി നടത്തി വരികയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ മുന്നോട്ട് വരുമെന്നുള്ളത് തോന്നണം. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. വെച്ചാൽ ഇങ്ങനെ ഒരു 40 വർഷമായിട്ട് ഈ ഒരു സേവനത്തിൽ നടന്ന ഒരു വ്യക്തി, ഏറ്റവും അറിയപ്പെടുന്ന കാര്യം വേണേ പറയാം, 40 കൊല്ലത്തിനകത്ത് ഇതുവരെ കൊണ്ടിട്ടില്ലാത്ത വെയിലുവത്തം കൊണ്ട് ശബ്ദമൊക്കെ. ഇത് നേതാക്കന്മാർക്ക് മാത്രം പറ്റിയ പണിയാ. ഞാനും വിജയകുമാറൊക്കെ വെയിൽ കൊണ്ട് ഞങ്ങളുടെ ഷേപ്പ് മാറി തുടങ്ങി. അദ്ദേഹം അതിൽ കാണുന്ന ഒരു മുഖമല്ല, മാറ്റമുണ്ട് തീർച്ചയായിട്ടും. വെയിൽ കൊണ്ട് കളിച്ചതാ. എനിക്ക് പേടിയുണ്ട് അവസാനം വിജയകുമാറിനെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ ഭാര്യ തിരിച്ചറിയായിരിക്കുമോ? നടപ്പുണ്ട്, നാടിനൊരു മുഖച്ഛായക്ക് മാറ്റം ഉണ്ടായാൽ. നമ്മളിതൊക്കെ തമാശ പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ ഗൗരവമുള്ളൊരു വിഷയത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ആളുകൾക്കെല്ലാം ഒരു ധൈര്യം വന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വിളിച്ചു പറയാനും, ഇങ്ങനെ എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇന്നാരാണ് അതിന് കാരണം. പണ്ടെന്ന് വെച്ചാൽ ഈ മാഫിയ സംഘം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പേടിയാണ്. കൊച്ചു പിച്ചാത്തി കൊണ്ട് കിടക്കുന്ന ലോക്കൽ ചട്ടമി ഉണ്ടല്ലോ, അവരെ ഇപ്പോൾ മാഫിയ എന്നാണല്ലോ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ഒരു കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് മാഫിയ സംഘങ്ങളുണ്ട്, അവർ ദൂരെ എവിടെയോ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ തന്നെ ഇതുപോലെ നിങ്ങളുടെ ഈ സ്ഥാപനത്തിന് ബ്രാഞ്ച് ഉള്ളതല്ലേ, 1000-2000 ബ്രാഞ്ച് അവരും തുറന്നിട്ടുണ്ട്. കാര്യം കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ കാര്യം പിടിക്കുമല്ലോ, ഇഷ്ടം പോലെ പിടിക്കുക. MDMA, അതുപോലെയുള്ള ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഇപ്പോൾ അത്ഭുതമാണ്. കാരണം ഒരു ഭീതി സമൂഹത്തിലുണ്ടാക്കാൻ ഈ ഇങ്ങനെയുള്ള രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റും. ആ ഭീതി അകറ്റുക. നമ്മൾ കാസർഗോഡ് എത്തുന്ന ദിവസം ഈ അവസാനത്തെ MDMA-കാരൻ്റെയും വിനാശം സംഭവിച്ചാൽ നമ്മൾ കൃതാർത്ഥരായി. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും. ഭീതിയില്ലാത്ത ഒരു സമൂഹം. സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ? തീർച്ചയായും. പോലീസുകാരോട് നമ്മൾ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഉറങ്ങാതിരിക്കുക, എന്നല്ലേ ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുമെന്ന്. ടീച്ചറെ, നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് കൊടുവള്ളി സ്കൂളിൽ? കൊടുവള്ളി സ്കൂളിൽ സ്കൂളല്ലേ അത്? അതെ, ഗവൺമെന്റ് സ്കൂളാണ്. അപ്പോൾ വളരെ നല്ല സ്നേഹമുള്ളൊരു
അന്തരീക്ഷമാണ് അവിടെ. കാരണം കൊടുവള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ സ്വർണത്തിന്റെ നാടാണ്. ഉള്ളവിടെ അതെ, കുഞ്ഞു കുഞ്ഞു ഒരു 80 സ്വർണ്ണക്കട എണ്ണി, പിന്നെ എനിക്ക് ബോറടിച്ചു. അത് പണ്ട് മുതലേ, വളരെ പണ്ട് മുതലേ തന്നെ സ്വർണ്ണ നഗരി എന്ന് അറിയപ്പെടുന്ന ഒരു നാടാണ് കൊടുവള്ളി. പഠിപ്പിക്കുന്നത് ഞാൻ മലയാളം. അപ്പം ബിസിനസ്സുമായിട്ട് ബന്ധമില്ല? ഇല്ല, ബിസിനസ്സുമായിട്ട് ഈ ബന്ധമുള്ളൂ. അപ്പൊ അങ്ങനെ ദാമ്പത്യ ബിസിനസ് മാത്രമേ ഉള്ളൂ അല്ലേ? നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. ഇപ്പം പഠനത്തിന്റെ കാര്യത്തിൽ എല്ലാ കുട്ടികളും അത്ര ടോപ്പിലേക്കൊന്നും എത്തില്ല. എന്നാലും ഒരുപാട് കുട്ടികൾ നല്ല നല്ല റിസൾട്ടിലേക്ക് വരുന്ന കുട്ടികളും ഉണ്ട്. ഞങ്ങൾ പല പല പ്രവർത്തനങ്ങളിൽ അങ്ങനെ അഡൽട്ട് ടിങ്കറിംഗ് ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. റോബോട്ടിക്സും ഇലക്ട്രോണിക്സും ഒക്കെ പഠിപ്പിക്കുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ വളരെ കുറഞ്ഞ സ്കൂളുകളിൽ ഒന്നിൽ ഞങ്ങളാണുള്ളത്. ഞങ്ങളുടെ സ്കൂളിനാണ് അതുള്ളത്. അതിൽ നിന്നൊക്കെ കുട്ടികൾ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പ്രവേശനോത്സവത്തിന് റോബോട്ടിനെ ഉണ്ടാക്കിയാണ് പുതിയ കുട്ടികളെ സ്വീകരിച്ചത്. അങ്ങനെയൊക്കെ അപ്പം നമുക്ക് റിസൾട്ടിനേക്കാൾ അപ്പുറം വളരെ സ്നേഹമുള്ളൊരു പെരുമാറ്റമുള്ള കുട്ടികളാണ്. പക്ഷെ ഞാനിപ്പോൾ 12 വർഷമായി കൊടുവള്ളി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതിലിപ്പോ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കൊറോണ ലോക്ക്ഡൌൺ കാലത്തിന് ശേഷം അതിനുശേഷം വന്ന മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു പെരുമാറ്റത്തിൽ, മറ്റേതെന്ന് പറഞ്ഞാൽ വളരെ ആദരവും സ്നേഹവും അവർ കാണിച്ച് പെരുമാറിയിരുന്ന ആ ഒരു പെരുമാറ്റത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് അധ്യാപികമാരോടൊന്നും അത്ര ബഹുമാനത്തോടെ അല്ല ഇപ്പൊ അവര് ഡീൽ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും ബഹുമാനം എന്നുള്ളതല്ല, അവർക്ക് ഇപ്പോ പുറമേ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് വളരെ അധികമായിട്ട് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു കാര്യം പറയുന്നത് കേട്ട് വിശ്വസിച്ചനുസരിക്കുന്നതിനേക്കാൾ പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി ചെയ്യാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കൂളിൽ ഇല്ലാതിരുന്ന ഒരു സാധനം. പക്ഷെ അപ്പൊ ഇപ്പൊ അതില്ലാത്തൊരു കുട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് അവിടെ പിന്നെ നാർക്കോട്ടിക്സിന്റെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ജാഗ്രതാ സമിതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് ക്ലാസ് എടുക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഓഫീസേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഈ ലിപ്സ്റ്റിക് പോലും പിന്നെ ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ലിപ്സ്റ്റിക് പോലും ഇപ്പൊ വിപണിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം ഉപയോഗിക്കുന്ന കുട്ടി വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ പിന്നെ യൂണിഫോമിന്റെ പോക്കറ്റില്, ബാഗില് ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താന്നുള്ള ഒരു പരിശ്രമത്തിലാണ്. ചെയ്യുന്നുണ്ടല്ലോ. ടീച്ചറിന്റെ പേര് ഫുൾ എങ്ങനെയാണ്? ഫുൾ നെയിം? സ്റ്റെല്ല മരിയ തോമസ്. അപ്പോ ഞാൻ കയറി വന്നപ്പോൾ ഒരു ബോർഡ് എനിക്ക് വളരെ ഇഷ്ടമായി. ഓണറബിൾ ജോർജ് ജോൺ വാലത്ത്. വളരെ ഓണറബിൾ ആയിട്ട് ജീവിക്കുക. അതിനുപരി താങ്കളാണ്. അപ്പൊ വിജയകുമാർ, നമ്മുടെ ജോർജ് ജോൺ വാലത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അലസ്കേന് ഇപ്പോൾ 2020 തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിന് അകത്ത് സജീവമായി, കേരളത്തിന് പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്കൊക്കെ ഈ സംരംഭങ്ങൾ വ്യാപിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, അപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകുക എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ. അതിനകത്ത് 2 കാര്യങ്ങളുണ്ടെന്ന്. ലാഭം മാത്രമല്ല, ലാഭം ഒരു പക്ഷേ എല്ലാ ബിസിനസ്സിലും ഉണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് സാമൂഹ്യ പ്രതിബദ്ധത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിലത് അതാണ് ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു മിഷൻ, അത് ഒരു ചെറിയ മിഷൻ അല്ല. ഇപ്പൊ രാഷ്ട്രീയക്കാര് തിരുവനന്തപുരത്തു നിന്ന് ഇപ്പോൾ യാത്ര നടത്തും, അല്ലെ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങും. ആ യാത്ര ഈ അണികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സൊസൈറ്റി ആകെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണിപ്പോൾ. വല്ലാതെ വൈകിപ്പോയി, ഏറെ വൈകിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത്തരമൊരു ഉദ്യമത്തിന് SKN അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ 40ാം വാർഷികം അല്ലെങ്കിൽ 40 വർഷം പിന്നിടുന്ന ആ ഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ അതൊരു സത്യത്തിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോൾ. കാരണം ആകപ്പാടെ പ്രതിസന്ധിയാണ്. നമ്മൾ ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കരുതിയതിനപ്പുറത്തേക്ക് ഇത് സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 14 ദിവസമാകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ. ഞങ്ങൾ കരുതിയതിനപ്പുറത്തേക്കുള്ള അപകടം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരൊറ്റ ഫോൺ കോളിൽ ഈ രാസലഹരി, ഈ കെമിക്കൽ ഡ്രഗ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആളുകളുടെ കയ്യിലെത്തുന്നു എന്നതാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന അപകടം, അതുണ്ടാക്കിയ ഷോക്ക് ചെറുതല്ല. അപ്പോൾ അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ യാത്രയ്ക്കൊപ്പം അണിചേരുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ്. അപ്പോൾ അതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ആ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും റിച്ച് മാക്സ് ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഒന്നിച്ചുള്ള യാത്രയായിരിക്കും. ഓക്കെ, തുടർന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ കണ്ടു മറക്കുന്നവരല്ല, നമ്മൾ ഒന്നിച്ചു പോകും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഇറങ്ങുന്നതിന് മുമ്പ് SKNന്റെ ഒരു 40 വർഷത്തെ ജേണി എന്ന് പറയുന്നത്
ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ ജേണി. അത് റിച്ച് മാക്സ് സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ടാവും. ചെയർമാൻ ആ സർ. താങ്ക് യു, താങ്ക് യു. Okay, thank you, Mr. John. Thank you, thank you, thank you. Thank you, ma'am. അപ്പോൾ ഞങ്ങളൊരു എത്രയാണ് നമ്മുടെ ഇതിന്റെ വില? മോഹവില 500 കോടി, റിയൽ വാല്യൂ 100 രൂപയായിട്ടുള്ള ഒരു കപ്പ്. ഒരു നമ്മുടെ ഒരു ഓർമ്മ എപ്പോഴും വീട്ടിലുണ്ടാവാൻ വേണ്ടി നമ്മളൊരു ടീച്ചറും കൊടുവള്ളി കൊണ്ടുപോകണം, സ്കൂളിൽ വെച്ച്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളെ കുറിച്ച് ഓർമ്മ വരും, നമ്മൾ നടന്ന യാത്രയെക്കുറിച്ച് ഓർമ്മ വരും, അല്ലേ? പിന്നെ ഇദ്ദേഹം വളരെയാണെന്നും ഓർമ്മ വരും. ഓക്കെ, താങ്ക് യു. ഡയറക്ടേഴ്സിനെ നമ്മുടെ ഓക്കെ ഒന്നും നന്നായി സന്തോഷം, നന്നാവണം. ശരി ശരി. ഇവ നമ്മുടെ ഇവിടുത്തെ വീരഭദ്രന്മാർക്ക്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് തൊപ്പി കൊടുക്കാൻ അപ്പൊ അങ്ങയുടെ പലരും തൊപ്പിയിരിക്കും. ഇതൊരു ഹാർഡ് വർക്കിന്റെ തൊപ്പിയാണ് ഇത്. അതുപോലെ നമ്മുടെ അല്ലെ, ഇത് നമ്മുടെ സ്റ്റാഫിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന കഠിനാധ്വാനികൾക്ക് പ്രത്യേകിച്ച് പരിഗണന നൽകി ടീച്ചറിന്റെ കയ്യിൽ. ഓക്കെ, അപ്പൊ ഈ തൊപ്പി അങ്ങയുടെ കൈകൊണ്ട് കൊടുക്കണം. അത് തൊപ്പി വെക്കുന്നവന്, തൊപ്പി ഇരിക്കുന്നതിന്റെ തലേ കഠിനാധ്വാനം. ഓക്കെ, അതാണ് നമ്മുടെ സിംഗൽ. ഓക്കെ, കഠിനാധ്വാനികളെ കൂടാ നമ്മൾ. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു മിസ്റ്റർ ജോർജ് ജോൺ. താങ്ക് യു മിസ്സിസ്. താങ്ക് യു. താങ്ക് യു. എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ 2022 ആരംഭിച്ചതാണ്. 2022 ആരംഭിച്ചത് സെന്റ് ആൽബർട്ട്സ് കോളേജ് വെച്ച് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളിപ്പോൾ 35 സ്കൂളുകളിൽ ഇതിപ്പോൾ കണ്ടക്ട് 39. നമ്മൾ ഒന്നിച്ചു പോകേണ്ടവരാ, ഒരേ വഴികളാണ് നമ്മൾ. തീർച്ചയായിട്ടും. അപ്പോൾ ചില സ്കൂളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ പറഞ്ഞ പോലെ എല്ലാം ആ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. കാരണം കുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാടും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളും ഉണ്ട് കൂട്ടത്തിൽ, തീർച്ചയായിട്ടും. അല്ല, വലിയൊരു വിജയകുമാർ പറഞ്ഞ പോലെ വളരെ അപകടം പിടിച്ച ഒരു സോഷ്യൽ സിസ്റ്റം വളർന്നു വരിക. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു ഹാപ്പി സിസ്റ്റത്തെ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് 1 മണിക്കൂർ മുമ്പെങ്കിലും 1 മണിക്കൂർ മുമ്പേ നമുക്കത് തകർത്തെറിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഒരുപക്ഷെ ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. കേരളം യഥാർത്ഥത്തിൽ ഇളകി മറിഞ്ഞ് നമ്മളെ സ്വീകരിക്കുക. പക്ഷേ ഈ ഇളകി മറിയുന്നത് ഇങ്ങനൊരു കാര്യം കൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഭയങ്കര പബ്ലിക് റെസ്പോൺസാണ്. ഞാനൊരിക്കലും പ്രതീക്ഷയില്ല. കേരളത്തിൽ ഏറ്റവും കാലികമായ ഒരു വിഷയമാണ് സാർ ഉന്നയിച്ചുകൊണ്ട് ഇപ്പം കേരളത്തിൽ ഈ യാത്ര നടത്തുന്നത്. സാറില്ല, ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മുടെ ആളുകളാണ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ 100 കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ അവർ പറയും. ഇത് ചാനലിന് എന്തോ സാധിക്കാനാണെന്ന് ഇതുവരെ ഒരാൾ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭീതി അകറ്റാൻ, അമ്മമാരൊക്കെ വാവിട്ട് നിലവിളിച്ചാണ് പറയുന്നത്. കാര്യം അത് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ഭീതി അകറ്റാൻ ഏതെങ്കിലും ഒരുത്തരം വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ചെന്നിറങ്ങിയിരിക്കുന്നത്. പിന്നെ വെയിലൊക്കെ ഇത്തിരി കൂടുതലാണ്, 39 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല ഞങ്ങളൊക്കെ ഈ കാലാവസ്ഥയൊക്കെ AC മുറിയിൽ നിന്ന് പറഞ്ഞിരുന്നവരാ. അപ്പൊ കാലാവസ്ഥ എന്താണെന്ന് മനസ്സിലായി തുടങ്ങി. സാറേ, കോഴിക്കോട് നിന്ന് ഒരു അമ്മ വിളിച്ചിട്ട് പോലീസിനോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് കഥയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതല്ല, 10 പേർക്ക് ഒരേ സിറിഞ്ചുകൊണ്ട് ഉപയോഗിച്ച് HIV വന്നില്ലേ? ഭയങ്കരമായ അപകടം പിടിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല ഇത് കുറച്ച് താമസിച്ചെങ്കിലും ഇപ്പൊ അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ആലുവയിലുള്ള റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്. റിച്ച് മാക്സ് ഇൻവെസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തി. ഇനി മറ്റ് അവരുടെ ചില പ്രവർത്തന മേഖലകൾ കൂടി കാണാൻ നമ്മൾ ചെയർമാനൊപ്പം പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് വളരെ പെട്ടെന്ന് വളർന്ന ഒരു സ്ഥാപനമാണെന്ന് വേണമെങ്കിൽ പറയാം. കഷ്ടിച്ച് 4-5 കൊല്ലം കൊണ്ടാണ് ഇത്രയും വലിയ വളർച്ച ഈ സ്ഥാപനം നേടിയിരിക്കുന്നത്. മാത്രം NBFC ആണിത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഫിൻവെസ്റ്റ് ആണിത്. NBFC നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. എന്താ പേര്? ഇവിടെ എന്തോ നടക്കുന്നത്? ഫിനാൻസ് കമ്പനിയാണ്. അതെനിക്ക് മനസ്സിലായി. ഞങ്ങൾ സപ്പോർട്ടാണ്, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓപ്പറേഷൻസ് അല്ലേ? നിങ്ങളെല്ലാം ബേസിക്കലി കൊമേഴ്സും ഫിനാൻസും ഒക്കെ പഠിച്ചവരാണോ? അതെ. പഠിച്ച വിദ്യാഭ്യാസം എന്തുവായിരുന്നു? MBA ഫൈനാൻസ്. നിങ്ങളൊക്കെ MBA ഫിനാൻസ്. അനുവകരിയാണോ? അനുവകരിയാണല്ലാത്ത ആരുണ്ട് ഇവിടെ?
ഇടുക്കിയല്ലേ? ഇടുക്കിയിലെവിടെ? അടിമാലി. അടിമാലിക്കൊരു സഹോദരിയാ. ഇടുക്കിയിലെ മിടിക്കുക അല്ലേ? ആ, ഓക്കെ. പിന്നെ ഉണ്ടോ ഇടുക്കി? അയ്യോ, ആ മോളെ ആ ഇടുക്കിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ സന്തോഷം മോളെ. ഇടുക്കിക്കാരോട് നമുക്ക് വലിയ സന്തോഷമാണ്. കാര്യം ഇടുക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിലുള്ള ആളുകളാണ് കേരളത്തിലെ മറ്റ് ജില്ലക്കാർക്ക് കറണ്ട് കൊടുക്കുന്നത്. എന്നാൽ ഇടുക്കിയിൽ പലപ്പോഴും കറണ്ട് കേട്ടാണ് കാര്യം. വലിയ വിശാല മനസ്സിലാണോ ഇടുക്കിക്കാർ? കാര്യം അല്ലെങ്കിൽ ഇത്രയും കറണ്ട് നമുക്ക് തരാൻ അവിടെ അവർ ഇരുട്ടത്ത് ഇരുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നത്? നമ്മുടെ ഭൂരിഭാഗം ഒരു 70% ഇവിടെ ലേഡീസാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ഓവർ രഹസ്യം കഠിനാധ്വാനമുണ്ട്. നല്ല രീതിയിൽ വേറെ മെനക്കെടൊന്നുമില്ല. വേറെ പൊടി പിടിക്കൽ എന്നുള്ളതാണോ? അങ്ങനെയല്ല ഈ എന്ന് പറയാം. പൊതുവെ ലേഡീസാണ് അധികവും വർക്ക് ചെയ്യുന്നത്. അത് എല്ലാ ഫേമിലും സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലായിടത്തും ലേഡീസാണ് അധികം ഉണ്ടാകുന്നത്. നല്ല കാര്യമാണ്, നല്ല കാര്യം. അപ്പോൾ എല്ലാവരും കഠിനാധ്വാനത്തിൽ വീഴുക അല്ലേ? ഓക്കെ, നന്നായിട്ട് പോവാ. ഈ സ്ഥാപനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം റിയലൈസേഷൻ ആണല്ലോ, അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ. ഹായ്, ഹൗ ആർ യു? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും അങ്ങനെ? ഇവിടെ CFO ആണ്, ഇവിടെ ചാർട്ടർ അക്കൗണ്ടന്റ് അദ്ദേഹം. അപ്പോൾ CFO? CFO നമസ്കാരം. ഇവിടുത്തെ പണം മൊത്തം നിയന്ത്രിക്കുന്ന ആളല്ലേ? ചെറിയ പവറാണോ അത്? എന്താ പേര്? ദീപ. ഞാൻ ആ പേര് കേട്ടു. എന്തോ പേര് കേട്ടു, പത്രത്തിൽ കണ്ടല്ല, ഇവിടെ വന്നപ്പോ കേട്ടു. എങ്ങനെ പോകുന്നു സ്ഥാപനം? നന്നായി പോകുന്നു. ഓക്കെ, അങ്ങയുടെ നിയന്ത്രണത്തില് സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഭദ്രമായിട്ട് ഇരിക്കട്ടെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഗുഡ് ഈവനിങ്. നമസ്കാരം. നന്നായി പോകുന്നുണ്ടല്ലോ? നന്നായി പോകുന്നു. എന്താ ഇന്നിവിടെ? ഞാൻ ഭാരത് ജ്വല്ലേഴ്സിന്റെ ജനറൽ മാനേജറാണ്. ലിജോ ജോണി. ഇവിടുത്തുകാരനാണോ? അതെ, തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരാണ്. അതെ. ഓക്കെ, തൃശ്ശൂർ ഗഡികളൊക്കെ പൊതുവെ നല്ല ആൾക്കാരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമസ്കാരം നമസ്കാരം. എല്ലാരും സന്തോഷം. പക്ഷേ അവർ വളരെ ഹാർഡ് വർക്കിംഗ് ഇല്ല. ഓക്കെ, എന്താ പേര്? ആഷിൽ സാർ. ആഷിൽ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സർ, ഞാൻ ജ്വല്ലറിയിലെ സ്റ്റാഫാണ്. ജ്വല്ലറി സ്റ്റാഫാ? ഞാൻ പർച്ചേസ് മാനേജറാണ് ജ്വല്ലറിയിലെ. ജ്വല്ലറി ഓപ്പറേഷൻസ് ആണോ ഇവിടെ മെയിൻ ആയിട്ട്? അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്. അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യും. അല്ല, നമ്മൾ ഈ ഇടയ്ക്ക് വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ അകത്ത് പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ എട്ലോഡ് അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, ഓരോ സാധനം തലച്ചുമടായിട്ടുണ്ടെന്ന് അടുത്ത ഷിപ്പിൽ നിന്ന് ഇറക്കി അപ്പുറത്ത് കയറുന്നില്ലേ. നമ്മളൊക്കെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നൊരു പെങ്കൊച്ചൊരു കുറച്ചൊരു നല്ല ബോൾഡായിട്ടൊരു കുട്ടി സിസ്റ്റം വഴി കൺട്രോൾ ചെയ്താൽ ഒരു ലോഡ് ഇറക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മുടെ തൊഴിലാളിയെ കുറിച്ച്. കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ ലോഡ് ഇറങ്ങും, വേറെ കപ്പലേ കയറും, ആ കപ്പലിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ കപ്പലേ കയറും. എല്ലാ എട്ലോഡ് പരിപാടിയും കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വല്ലതും ആണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഓക്കെ, സന്തോഷം. താങ്ക് യു താങ്ക് യു. അപ്പോൾ എന്താ പേര്? ജൂനിയർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്. നിഷ, അക്കൗണ്ട്സ് മാനേജർ. ശരി. അപ്പോൾ ഇവിടെ എല്ലാവരും സന്തുഷ്ടരാണെന്നുള്ളത് നിങ്ങളുടെയൊക്കെ മുഖം പറയുന്നു. അത് തന്നെ വളരെ സന്തോഷം. എല്ലാവരും സന്തുഷ്ടരാണ് ഇവിടെ. ഞാൻ വന്ന് പ്രമാണിച്ച് നാളെ എല്ലാവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് ആകെ കൂടെ അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ അല്ലേ? ഓക്കെ, സന്തോഷം. ഓക്കെ ഓക്കെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഗുഡ് ഓൾഡ് ഡേയ്സ്. ഓക്കെ, അതേ ഒരു റിട്ടയർഡ് DYSP ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിയമത്തിന് വിജിലൻസിന്റെ ഹെഡാ? പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ വിജിലൻസ് ആണല്ലോ ഇവിടെ വേണ്ടത്. അതെ അതെ അതെ. അല്ല, ഞങ്ങൾ എല്ലാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്ഥലം കൂടി കാണാനുണ്ടെന്ന് തോന്നുന്നു. മക്കളെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ മക്കളെ വിളിച്ച് നല്ല പ്രായമുള്ള ആളാ ഞാൻ കേട്ടോ. 65 വയസ്സുണ്ട്. എന്താ പേര്? കൃഷ്ണകാവ്യ. കൃഷ്ണകാവ്യ, കൊള്ളാലോ. ശരണ്യ. നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ? ഞാൻ വക്കീലാണ് ഇവിടുത്തെ. അപ്പം ഒരു അഗ്രിമെന്റ് നോക്കാനായിട്ട് വന്നതാണ്. വക്കീലാണോ? ഓക്കെ, ലീഗല് വളരെ പ്രധാനമാണ് അല്ലേ? ഞങ്ങളിവിടെ വരുന്ന ഒരു യാത്രയ്ക്ക് വരുന്നു. കാസർഗോഡ് വരെ പോകും ഞങ്ങൾ ഒറ്റ പോക്കിന്. വരുന്നതിന് നിങ്ങൾ യു ആർ വെൽക്കം. തീർച്ചയായും. അല്ല, വരിക. തീർച്ചയായും. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളൊരു യാത്രയായിട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ലഹരിക്കും അക്രമത്തിനെതിരെയുള്ള ഒരു യാത്രയാണ്. ഇത്രയും ജില്ലകൾ കടന്നപ്പം ആലുവയിലെത്തി. ഇനി പോയി കാസർഗോഡ് അവസാനിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. തീരുമാനം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഈ സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞ ഭാഗ്യം. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഇരട്ടി വളരട്ടെ. തീർച്ചയായിട്ടും എല്ലാവരുടെയും ആവശ്യമുള്ള യാത്രയായിരിക്കും അങ്ങയുടെ ഈ സ്ഥാപനത്തിൽ എന്തായാലും ഉണ്ടാകട്ടെ. അപ്പോൾ റിച്ച് മാക്സ്
ഫിൻവെസ്റ്റിൽ നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകുക. ഈ ഗ്രൂപ്പിന് എല്ലാവിധമായ ഐശ്വര്യങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് താങ്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. കാണും. ബൈ.